മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത പരിശോധിക്കാം. ഓണത്തിനെതിരായ വർഗീയ പരാമർശത്തിൽ അധ്യാപികയ്ക്കെതിരെ കേസെടുത്ത പോലീസ്. പെരുമ്പിലാവ് കല്ലുപ്പുറം സിറാജുൽ സ്കൂളിലെ അധ്യാപിക ഖദീജയ്ക്കെതിരെയാണ് കുന്നംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഓണവും ക്രിസ്മസും എന്തിന് പ്രോത്സാഹിപ്പിക്കണമെന്നായിരുന്നു ശബ്ദ സന്ദേശം. മതസ്പർദ്ധ വളർത്താൻ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. എനിക്ക് പറഞ്ഞു തരേണ്ട ഒരു കടമ എന്നിലുള്ളത് കൊണ്ട് തന്നെ ഇനി വരുന്ന ഓണം സെലിബ്രേഷന് മറ്റു സെലിബ്രേഷനൊക്കെ ഉണ്ടാവുമല്ലോ, ക്രിസ്മസിനൊക്കെ. ഇപ്പൊ മെയിനായിട്ട് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ ഓണം സെലിബ്രേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോ ആ സെലിബ്രേഷനിൽ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല. വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലെ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കാരണം മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കായി മാറാൻ ചാൻസ് ഉണ്ട്. അല്ലാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണത്. പല ഗ്രൂപ്പുകളിലും ഓണത്തിന്റെ പല ഡിസ്കഷൻസും നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വളരെ നന്നായിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത്. ഈ വർഷം വളരെ മിനിമലായി ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം പല മതത്തിലുള്ള മക്കളും പഠിക്കുന്ന ഒരു പബ്ലിക് സ്കൂളാണ്. അതുപോലെ തന്നെ തിബിയാനിൽ പഠിക്കുന്ന മക്കൾക്ക്, അതായത് KG സെക്ഷന് അന്നേ ദിവസം ഹോളിഡേ ആണ്. അവർക്ക് ഓണത്തിന്റെ യാതൊരു സെലിബ്രേഷൻസും ഉണ്ടായിരിക്കുന്നതല്ല. തിബിയാൻ എന്ന് പറയുന്നതിന്റെ കൾച്ചർ അല്ലെങ്കിൽ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഇസ്ലാമിക രീതിയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. ഓണത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ആരാധന വരുന്നുണ്ട്. ഹിന്ദു മതത്തിലുള്ള ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഓണം എന്ന് പറയണത്. അപ്പൊ നമ്മൾ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുക, മാവേലി വേഷം കെട്ടുക, പൂക്കളിടുക. അതുപോലെ മക്കള് പറഞ്ഞിരുന്നു പട്ടുപാവാട അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനൊക്കെ. അപ്പോ നമ്മൾ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോ പിന്നെ മക്കൾ എന്താ ചെയ്യാ? സാനു കെ സജീവ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. സാനു, വർഗീയ വിഷം ഇങ്ങനെ തുപ്പുകയാണ്. ഓണം ക്രിസ്മസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ എല്ലാ മതവിഭാഗങ്ങളും ആഘോഷിക്കുന്ന ഒന്നാണല്ലോ. മാത്രമല്ല, ഈ കൂട്ടർ എന്താണ് ആഗ്രഹിക്കുന്നത്? താലിബാൻ പോലെ ഈ മനോഹരമായ ദേശത്തെ മാറ്റണമെന്നാണോ ഈ കൂട്ടർ ആഗ്രഹിക്കുന്നത്? പറയൂ സാനു. ഗൗതം, എന്തായാലും അത്യന്തം വിനാശകരമായിട്ടുള്ള രീതിയിലുള്ള വാക്കുകളാണ് ഈ അധ്യാപകരുടെയൊക്കെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഈ ഓണവുമായി ബന്ധപ്പെട്ട്, ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള രീതിയിലുള്ള വലിയ ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. അധ്യാപകരും ഒപ്പം തന്നെ രക്ഷിതാക്കളുമൊക്കെ അടങ്ങുന്ന ഒരു വലിയ ആളുകൾ, അതായത് വലിയൊരു കൂട്ടം ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരത്തിൽ പരസ്യമായിട്ട് വർഗീയ വിഷം തുപ്പുന്ന രീതിയിൽ അധ്യാപകരുടെ നാവിൽ നിന്ന് തന്നെ, വിദ്യ പകർന്നു നൽകുന്ന നാവിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഇത്തരം വാക്കുകൾ, വിഷലിപ്തമായിട്ടുള്ള വാക്കുകൾ ഉയർന്നു വന്നിട്ടുള്ളത്. അതായത് ഓണവും ക്രിസ്മസും ഒക്കെ നമ്മൾ ആഘോഷിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള തരത്തിലായിരുന്നു ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നത്. തുടർന്ന് ഓണത്തിൽ നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കുട്ടികളെല്ലാം വീട്ടിലിരിക്കട്ടെ, പട്ടുപാവാട അടക്കമുള്ള വസ്ത്രങ്ങളൊക്കെ തുന്നാൻ വേണ്ടി പല കുട്ടികളും കൊടുത്തിട്ടുണ്ട്. ആ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ചുമതല ഓരോ മാതാപിതാക്കൾക്കുമാണ്. എന്താണ് ഓണം, ആ ഓണം എന്താണ്, ഒപ്പം തന്നെ ക്രിസ്മസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. നമ്മുടെ മതത്തിൽപ്പെട്ടവരുടെ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടവരുടെ ഒന്നും ആഘോഷങ്ങളല്ല ഇത് എന്നാണ് അധ്യാപകർ പറയുന്നത്. അതായത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെ ആഘോഷമല്ല, ഓണത്തെ ഹിന്ദു വിഭാഗങ്ങളുടെ ഒരു ആഘോഷമാക്കി ഈ സിറാജുൽ സ്കൂളിലെ അധ്യാപകർ മാറ്റുന്നു. അൺഎയ്ഡഡ് വിദ്യാലയമാണ്. ആ വിദ്യാലയത്തിലെ ഈ ഒരു ആഘോഷത്തെ ഇങ്ങനെയാക്കി മാറ്റുകയാണ്. അതായത് ഓണം ഹിന്ദുവിൻ്റെതും ക്രിസ്മസ് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടേതും ഒക്കെ മാറ്റി തരം തിരിച്ച്, അതായത് വളരെ കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ മതത്തിൻ്റെതായിട്ടുള്ള വേർതിരിവുകളും അതിർവരമ്പുകളും. ഈ ഓണാഘോഷത്തിന് പട്ടുപാവാട അല്ലാതെ പർദ്ദ ഇടാൻ പറ്റുമോ? ദേഹം മുഴുവൻ മൂടിക്കെട്ടിയുള്ള വസ്ത്രം ധരിച്ചാണ് ഓണം ആഘോഷിക്കുന്നത്. ഇവരൊക്കെ എന്ത് സന്ദേശമാണ് നമ്മുടെ കുരുന്നുകൾക്ക് നൽകുന്നത് സാനു?
അത് തന്നെയാണ് ഗൗതം. വളരെ കുഞ്ഞു കുട്ടികളാണ്. അതുങ്ങൾക്ക് മതവുമായി ബന്ധപ്പെട്ടോ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടോ ഉള്ള അറിവുകളൊന്നുമില്ലാത്ത കുഞ്ഞു കുരുന്നുകളുടെ ഇടയിലേക്കാണ് ഈ വിഷം കുത്തിവെക്കാൻ വേണ്ടി ഈ ഒരു പറ്റം അധ്യാപകർ ശ്രമിക്കുന്നത്. അവരുടെ ആ വാക്കുകൾ, അതായത് അധ്യാപകർ പറയുന്നത് മാതാപിതാക്കളോടാണ്, രക്ഷിതാക്കളോടാണ്. നിങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. അതായത് ഓരോ ആഘോഷവും ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന ആളുകൾ നടത്തുന്ന ആഘോഷമാണ്. അതിൽ നമ്മൾ അത്തരം കാര്യങ്ങൾ കുട്ടികളിലേക്ക് പകർന്നു നൽകണം എന്നാണ് അധ്യാപകർ പറയുന്നതിൻ്റെ സാരാംശം. അല്ലെ, അവർ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. അതായത് നമ്മൾ അല്പം മുമ്പ് പറഞ്ഞ പോലെ തന്നെ വളരെ കുഞ്ഞിലെ തന്നെ കുട്ടികളുടെ മനസ്സിലേക്ക് ജാതിയുടെയും മതത്തിൻ്റെതുമായിട്ടുള്ള വേർതിരിവുകൾ, അതിർവരമ്പുകൾ സൃഷ്ടിച്ച് ആ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചു വരുന്ന കുട്ടികൾക്കിടയിൽ തന്നെ അവർ വേർതിരിവുണ്ടാക്കുന്നു. ഒപ്പം തന്നെ ഈ അധ്യാപകരുടെ ശബ്ദ സന്ദേശത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതായത് ആ സ്കൂളിൽ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്നതാണ് എന്നവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ വർഷം വരെ നമ്മൾ ഓണം വലിയ രീതിയിൽ വിപുലമായിട്ട് നടത്തിയതാണ്. ഇനി മുതൽ അതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ആവശ്യകതയില്ല, നമ്മളത് നടത്തേണ്ട ആവശ്യമില്ലെന്ന് സ്കൂൾ മാനേജ്മെന്റ് തന്നെ ഔദ്യോഗികമായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ ശബ്ദ സന്ദേശം പുറത്തു വരികയും അത് വലിയ വിവാദമാവുകയും ചെയ്തതോടുകൂടി സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് ചില പ്രതികരണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഓണാഘോഷം വിപുലമായി നടത്തുന്നുണ്ട്, തങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് ഈ സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല ഇത്തരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങൾ വന്നിരിക്കുന്നത്. അതെല്ലാം അധ്യാപകരുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് കൈ കഴുകുന്ന ഒരു നിലപാടിലേക്ക് ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഈ വിദ്യാലയത്തിന്റെ മാനേജ്മെന്റ് മാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മതസ്പർദ്ധ വളർത്തൽ അടക്കമുള്ള വകുപ്പുകൾ ഇട്ടുകൊണ്ട് സ്കൂളിലെ അധ്യാപിക ഖദീജയ്ക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു അധ്യാപികയുടെ പേരിൽ മാത്രമാണ് നിലവിൽ കേസുള്ളത്. പല അധ്യാപകരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാന നിലയിൽ വിഷം തുപ്പുന്ന നിലയിൽ അതീവ വർഗീയമായിട്ടുള്ള രീതിയിൽ ചേരിതിരിവുണ്ടാക്കുന്ന നിലയിലുള്ള വർത്തമാനങ്ങളും അല്ലെങ്കിൽ ശബ്ദ സന്ദേശങ്ങളും ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് വലിയൊരു വിഷയമായി ഉയർന്നു വന്ന സാഹചര്യത്തിൽ വലിയ ഓണാഘോഷം നടത്താനുള്ള നമ്മുടെ ഒരു പ്രേക്ഷകനോട് പറയുന്നത് ഈ റിപ്പോർട്ടറും 24 ഒന്നും ഈ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളല്ല ഈ വാർത്ത ആദ്യം കൊടുക്കുന്നത്, നമ്മൾ കൊടുത്തതിന് ശേഷമാണെന്ന് തോന്നുന്നു ഒരുപക്ഷെ കേരള പോലീസ് ഈ കേസ് തന്നെ എടുത്തത്. ഒരുപക്ഷെ ജനം TV ഈ വാർത്ത ചർച്ച ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇത് വളരെ സാധാരണ ഒരു സംഭവമായി ഇതും മാറിപ്പോയേനേയും ഇത് ഇത്തരത്തിലൊരു ചർച്ചാ വിഷയം പോലും മാറത്തില്ലായിരുന്നു. തീർച്ചയായിട്ടും ഗൗതം, നമ്മളാണ് ഈ വാർത്ത ആദ്യമായിട്ട് ബ്രേക്ക് ചെയ്യുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് ബ്രേക്ക് ചെയ്തത് ജനം TV ആണ്. ഈ വാർത്ത ബ്രേക്ക് ചെയ്യുകയും ഈ വാർത്ത നമ്മൾ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരികയും ചെയ്തതിന് ശേഷമാണ് അതിൽ കേസെടുക്കാനായിട്ട് തയ്യാറായിട്ടുള്ള DYFI പ്രവർത്തകരാണ് കേസ് കൊടുത്തത്. ഒപ്പം തന്നെ ആ കേസ് കൊടുത്തിട്ടും ആദ്യഘട്ടത്തിൽ പോലീസ് പരാതി സ്വീകരിക്കാനൊന്നും തയ്യാറായില്ല. പിന്നീടാണ്, അതായത് ഈ വാർത്ത വെളിയിൽ വരികയും അത് ചർച്ചയാവുകയും ചെയ്തതിന് തൊട്ട് പിന്നാലെ നമ്മൾക്കൊപ്പം തന്നെ ചില മാധ്യമങ്ങളും ഈ വാർത്ത ഏറ്റെടുക്കുകയും കൂടെ ചെയ്തിരുന്നു. റിപ്പോർട്ടറും അതേപോലെ തന്നെ 24 ഒക്കെ ഏറ്റെടുത്തോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. അത് അവരുടെ നിലപാടായി തന്നെ നമുക്ക് കരുതാം. ഒപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മളത് വാർത്തയാക്കി അത് ചർച്ചയാക്കി കൊണ്ടുവന്നു. അതിനുശേഷമാണ് പോലീസ് ആ വിഷയത്തിൽ ഇടപെടുകയും കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാലും അതായത് ഈ വിദ്യാലയത്തിനെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള തലത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ചില അറിയിപ്പുകളൊക്കെ വരുന്നുണ്ട്. കാരണം അത് പൊതുമധ്യത്തിൽ അതേപോലെ തന്നെ രക്ഷിതാക്കളുടെ, അതായത് ഈ വിദ്യാലയത്തിൽ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരുടെ മാത്രം കുട്ടികളല്ല പഠിക്കുന്നതെന്ന് അധ്യാപകർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതായത് ഇത്തരം പ്രസ്താവനകൾ നടത്തിയ അധ്യാപകർക്കെതിരെ ആ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ തന്നെ മാതാപിതാക്കൾ തന്നെ രംഗത്ത് വന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെയൊക്കെ ഭാഗത്ത് നിന്നായിരിക്കണം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ ചാറ്റുകളടക്കം പുറത്തേക്ക് വന്നിട്ടുള്ളത്. അവർ തന്നെയാണ് പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് അധ്യാപകർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഒപ്പം വിദ്യാലയത്തിന്റെ അറിവോടുകൂടി അല്ലെ ഈ മാനേജ്മെന്റിന്റെ അറിവോടുകൂടിയാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ തന്നെ പറയുന്നു. അത് അത്യന്തം വിനാശകരമായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. കൊച്ചുകുട്ടികളിലേക്ക് പോലും ഈ വർഗീയത കുത്തിവെക്കുന്നതിന് വേണ്ടി മതസ്പർദ്ധയുടെ പച്ചയായ വർഗീയതയുടെ വിഷാംശങ്ങൾ വിളമ്പുകയാണ് അധ്യാപകർ തന്നെ. ഓണവും ക്രിസ്മസും, അതിൽ ഓണം ഹിന്ദുക്കളുടേതാണെന്നും ക്രിസ്മസ് ക്രൈസ്തവരുടേതാണെന്നും ഇതെല്ലാം മുസ്ലിം വിരുദ്ധമാണെന്നും ഇതൊക്കെ ആഘോഷിച്ചു കഴിഞ്ഞാൽ മുസ്ലിം മതത്തിനെതിരാകുമെന്നുമൊക്കെ കൊച്ചു കുരുന്നുകളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് അധ്യാപകർ തന്നെയാണ്. ഈ തലമുറയാണ് നാളെ വളർന്നു വരുന്നത്. ഇവിടെ മതേതര കേരളം എന്നൊക്കെ വിളമ്പി നടക്കുന്ന ആളുകൾ ഇത്തരം വാർത്തകൾ വരുമ്പോൾ അതേപ്പറ്റി ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്ന കാര്യം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കേണ്ടതുണ്ട്. ഒരു ഇടവേള എടുത്ത ശേഷം മടങ്ങിയെത്താം.